എന്റെ മുഖത്തടിച്ച പോലെ തന്നെയാ അത്. അവളുടെ കല്യാണം നടന്നാലും കൊള്ളാം, നടന്നില്ലെങ്കിലും കൊള്ളാം. ഇനി എനിക്ക് അവളായിട്ട് ഒരു ബന്ധവുമില്ല. പണം കൊടുക്കാന്ന് നമ്മൾ വാക്ക് പറഞ്ഞതാ. ബുധനാഴ്ച സ്വർണ്ണം എടുക്കാന്ന് ഏട്ടൻ പറഞ്ഞു വിടുകയും ചെയ്തു. പറഞ്ഞു വിട്ടെങ്കിൽ എടുക്കട്ടെ. അവൾക്ക് കല്യാണം അല്ലല്ലോ വലുത്, വല്യേട്ടനല്ലേ. വല്യേട്ടൻ നടത്തി കൊടുക്കട്ടെ. എനിക്ക് എന്റെ അച്ഛൻ തന്ന പണമാ, അതെന്റെ ആവശ്യങ്ങൾക്കാ. അതെല്ലാം നിങ്ങളുടെ അനിയത്തിയുടെ കല്യാണം നടത്താനല്ല. ഇത് ചതിയാണ്. കൊടുക്കാൻ പറ്റില്ലെങ്കിൽ അന്ന് പറയണം, അല്ലാണ്ട് ഈ അവസാന നിമിഷത്തിലല്ല. കൊടുക്കാന്ന് പറഞ്ഞതേ എന്റെ സൗജന്യാണ്, അല്ലെങ്കിൽ ദയ. അത് വേണ്ടാത്തവർക്ക് ഞാൻ കൊടുക്കണോ? നീ എന്നിട്ട് കുരങ്ങൾപ്പിക്കാണല്ലേ? അങ്ങനെ ആയതുകൊണ്ടല്ലേ കളിക്കണേ. സഹിക്കുന്നതിന് അതിലുണ്ട്. പണം അന്തസ്സും വിദ്യാഭ്യാസം ഒന്നും ഉണ്ടായിട്ട് കാര്യമില്ല. മനസാക്ഷി വേണോടി, മനസാക്ഷി. ഓ, മനസാക്ഷിയുള്ള ആള്. മോഹിച്ച പെണ്ണിന് പുറംകാലം കൊണ്ട് തട്ടിയിട്ട് എന്റെ അച്ഛന്റെ പണവും അന്തസ്സും കണ്ട് വാലാട്ടി നിന്നത് മനസാക്ഷിയുള്ളതുകൊണ്ടാണല്ലോ. ഒരു കാര്യം മനസ്സിലാക്കണം, അഡ്വക്കേറ്റ് വിജയകുമാരൻ നായർ ഒരു റെയർ സ്പീഷീസ് ഒന്നുമല്ല. എനിക്ക് നിങ്ങളോടൊപ്പം ജീവിക്കാൻ ഇഷ്ടമല്ലെന്ന് പറഞ്ഞ മറ്റൊരു വിജയകുമാരൻ നായരെ കണ്ടെത്താൻ എന്റെ അച്ഛന് ഒരു ബുദ്ധിമുട്ടുമില്ല. പക്ഷേ അഡ്വക്കേറ്റ് വിജയകുമാരൻ നായർക്ക് ഒരു രാമൻകുട്ടി മേനോന്റെ മകളെ കിട്ടിയത് ഭാഗ്യാണ്, ലോട്ടറി. അതെപ്പോഴും കിട്ടില്ല. ശേഖര, അസമയത്തൊന്ന് വിളിച്ചപ്പോ വാതിൽ തുറന്നത് ഇരിക്കാൻ ക്ഷണിച്ചതും നിന്റെ കേമത്തരം കണ്ടിട്ടല്ല, എന്റെ മാന്യത. മുഖം കറുത്ത് എന്തെങ്കിലും പറയാൻ ഇടവരുത്താതെ പോവാൻ നോക്ക്. യോഗ്യത നീലകണ്ഠന്റെയും നിന്റെയും പേര് കൂട്ടി പറയാൻ നീ ഇനി ഒരു ജന്മം കൂടി ജനിക്കണം ശേഖര. ഞാൻ വഴങ്ങിയിട്ടുണ്ട് നീലകണ്ഠന്റെ മുമ്പിൽ. തേടി വന്നതല്ല, ആ പൗരുഷത്തിന്റെ മുന്നിൽ ഞാൻ ചെന്ന് വീഴുകയായിരുന്നു. ഒടുവിൽ എന്നോട് മാറി നിൽക്കാൻ പറഞ്ഞപ്പോൾ എന്റെ നിസ്സഹായാവസ്ഥയിൽ രക്ഷകനായി വന്നതായിരുന്നു നിന്റെ അമ്മാവൻ. ദുരുദ്ദേശത്തോടെയാണെങ്കിലും എനിക്ക് വേറെ വഴിയില്ലായിരുന്നു. നീ ഇപ്പോൾ അഹങ്കരിക്കുന്നുണ്ടാവും നീലകണ്ഠനെ വീഴ്ത്തിയെന്ന്. 10 ആളിന്റെ ബലവും ഇരുട്ടിന്റെ മറവും ഇല്ലാതെ നേർക്ക് നേരെ നിനക്കൊരു ചുക്കം ചെയ്യാൻ കഴിയില്ല. ഇപ്പോഴും ഈ ജയിച്ചു അല്ലേ? വലിയ ആളല്ലേ നിങ്ങൾ? പേരുകേട്ട അച്ഛന്റെ പേരുകേട്ട മകൻ. ഞാനാരാ? നിസ്സാരയായ ഒരു പെണ്ണ്. പക്ഷെ ഒന്ന് മനസ്സിലാക്കുക, എന്റെ ഉള്ളിലുണ്ട് ചെറിയ ചില ജയങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു മനസ്സ്. അതിനെനിക്ക് തൃപ്തിപ്പെടുത്തിയേ പറ്റൂ. കാര്യങ്ങൾക്ക് ഇനി ഈ ചിലങ്ക ഇടാനുള്ള യോഗ്യതയില്ല. ഉള്ളിൽ 1000 മുള്ള കുത്തിയിറങ്ങുന്ന വേദനയിലും എനിക്ക് സന്തോഷിക്കാൻ ഞാനിതിവിടെ ഉപേക്ഷിക്കുകയാണ് എന്നേക്കുമായി. ശേഖരനില്ലാത്ത ജാഗ്രതയ്ക്ക് അതിന് കഴിയുമെന്ന് തോന്നുന്നുണ്ടോ നിനക്ക്? ഈ വിശ്വനാഥനെ അവസാനിപ്പിക്കാൻ? അത് നിന്നെപ്പോലെ ഒരു നരന്ത് പെണ്ണിനെ കൊണ്ട്. ആർ യു സോ ഫൂളിഷ്? ആർ യു സോ ഇഡിയോട്ടിക്? എടോ വിശ്വനാഥൻ, ശേഖരന് പിന്മുറ അവകാശപ്പെടാൻ ഒരു ആൺകുട്ടി ഇല്ലാതെ പോയെന്ന് വിചാരിച്ചിട്ട് ഒരു മഹായുദ്ധം ജയിച്ചു എന്നുള്ള ധാർഷ്ട്യൊന്നും വേണ്ടത് എനിക്ക്. ദാ കണ്ടില്ലേ, ആണത്തവും തന്റെ ഇടവും നട്ടലുള്ളൊരു പത്രവും അത് നോക്കി നടത്താൻ ചങ്കൂറ്റുള്ളൊരു മകളെ നീ ഭൂമിയിൽ ബാക്കി വെച്ചിട്ട് തന്നെയാ പോയിരിക്കുന്ന ശേഖരൻ. അത് മറക്കണ്ടതാൻ, മറക്കരുത്. സോ പ്ലീസ് ഷട്ട് അപ്പ് ആൻഡ് ഗെറ്റ് ഔട്ട്. പോകാം. എന്നോടുള്ള സംസാരം ഒഴിവാക്കാൻ അനാവശ്യമായി ഫോൺ ചെയ്യണ്ട. മേഘ സ്റ്റുഡിയോയിൽ നിന്ന് എന്നെ വിളിച്ചിരുന്നു. സ്റ്റുഡിയോ, ഫോൺ, AC റൂം, കാറ്, പരിഷ്കാരികളായി കഴിഞ്ഞു നമ്മൾ, അല്ലേ അമ്മേ? എന്നാ അമ്മ ഇത്തരത്തിൽ ഫോൺ ചെയ്യാനും അഭിനയിക്കാനും പഠിച്ചത്? ഞാൻ അറിഞ്ഞില്ല എന്റെ അമ്മയ്ക്ക് ഇത്രത്തോളം പരിഷ്കാരം വന്നു. തലയിൽ തേക്കുന്ന കറുപ്പ് മനസ്സിലും തേച്ചു തുടങ്ങി അമ്മ. മതി, നിർത്ത്. പറ്റില്ല, എനിക്കറിയണം എന്ത് ഗോഷ്ടിയാ നിങ്ങൾ ആ മുറി കാണിച്ചതെന്ന്. എന്തിനാ ഈ ബഹളം വെക്കുന്നത്? ഞാൻ ബഹളം വയ്ക്കും. എന്റെ അമ്മ അല്ലാതായാൽ ഞാൻ ബഹളം വയ്ക്കും. 10 മാസം വയറ്റിലിട്ട കണക്കുമായി പരിഷ്കാരത്തിന്റെ തോന്നിയാസം ഈ വീട്ടിൽ കാണിച്ചാൽ കണ്ടോണ്ടിരിക്കാൻ നാട്ടിലെ ചാമ്പക്കൂട്ടി കിടക്കുന്ന പൊടിച്ചു പറ്റിയല്ല ഞാൻ. ഈ നിമിഷം നമുക്ക് പിരിയാം. നിന്റെ താളത്തിനൊത്ത് തുള്ളാനേ മരണം വരെ എന്നെ കൊണ്ട് സാധിക്കില്ല. അങ്ങനെ ഇപ്പൊ എന്നെ വഴിയിൽ ഇറക്കി വിടാന്ന് കരുതണ്ട. മരണം വരെ ഈ ബന്ധം ഒഴിയാൻ ഞാൻ സമ്മതിക്കില്ല, ഒരിക്കലും സമ്മതിക്കില്ല. എന്തൊരു കഷ്ടമാണ് ദൈവമേത്. കുടുംബ് പിടിച്ചതുപോലെയാണല്ലോ ഈ പണ്ടാറ എന്നെ പിടിച്ചേക്കുന്നത്. സുധാകരേട്ടാ, നമുക്ക് വീട്ടിലേക്ക് പോവാം. എന്തിനാ? സർക്കസ് കളിക്കാനാ? രക്തത്തരങ്ങളുണ്ട്. പിന്നെ നിനക്ക് തന്നെ പിടിയില്ലാത്ത ചീപ്പ് കോംപ്ലക്സും ആവശ്യത്തിന് വട്ടും. എന്ത് ധൈര്യത്തിനാണ് ഞാൻ ഇതൊക്കെ എടുത്ത് എന്റെ തലയെ കയറ്റി വെക്കണേ? 11 പെട്ടികൾ ഞാൻ അവിടെ കൊണ്ടുവന്നിട്ടില്ലേ? അതിലേതെങ്കിലും ഒന്നിന്റെ ഉള്ളില് ആരുടെയെങ്കിലും ഫോട്ടോ സുധാകരേട്ടൻ കണ്ടോ? കണ്ടു നോക്കണം, അപ്പൊ അറിയാം സുധാകരേട്ടൻ അതെങ്ങനെ ഫീൽ ചെയ്യണോന്ന്. അത് കണ്ടപ്പോ എന്റെ തലയ്ക്ക് തീ പിടിച്ചാണോ തെറ്റ്? അല്ലാത്തപ്പോഴും നിന്റെ തലയ്ക്ക് തീ പിടിക്കാറുണ്ടല്ലോ, അപ്പോഴോ? അതെനിക്കറിയില്ല. മനഃപൂർവ്വം ഞാൻ എന്റെ തലയ്ക്ക് ഒരിക്കലും തീ വെക്കാറില്ല. എന്റെ സാരി മറ്റുള്ളവർക്ക് കൊടുക്കാൻ കൊടുക്കുന്നതും
മറ്റുള്ളവരുടെ ഒന്നും വാങ്ങിച്ചു കൊടുക്കുന്നത് എനിക്കിഷ്ടമല്ല. സാരി നല്ല ഒരു സാധനം. ഞങ്ങൾ ഈ വീട്ടിൽ ആരോഗ്യശാസ്ത്രം നോക്കിയൊന്നുമല്ല ജീവിക്കുന്നത്. ഉള്ള വസ്ത്രങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മാറി ഉടുക്കാറുണ്ട്. ആരും ഒന്നും അങ്ങനെ സ്വന്തമാക്കി വച്ചിട്ടില്ല. എന്നാലേ ഞങ്ങൾ ഞങ്ങളുടെ വീട്ടിൽ അങ്ങനെ ശീലിച്ചിട്ടില്ല. ഒരാൾ ഉപയോഗിക്കുന്ന സാരി, ചീപ്പ്, സോപ്പ്, ടവല് ഇതൊന്നും മറ്റൊരാൾ ഉപയോഗിക്കുന്നത് ശരിയല്ല. അതുകൊണ്ടാ കൊടുക്കാതിരുന്നേ. ഈ വീടിന്റെ അവസ്ഥ മനസ്സിലാക്കി പെരുമാറേണ്ട നീ ഇങ്ങനെയൊക്കെ കാണിച്ചാലോ? ഇന്നെന്റെ കാര്യം ചോദിച്ചുള്ളൂ. നാളെ എന്റെ മാലയും വളയൊക്കെ ചോദിക്കാൻ തുടങ്ങും. ഈ വക എക്സ്ചേഞ്ച് ഒന്നും എനിക്കിഷ്ടമല്ല. ഈ എക്സ്ചേഞ്ചിന്റെ പിന്നിലുള്ള സ്നേഹത്തിന്റെയും സ്വാതന്ത്ര്യത്തിന്റെയും വില തനിക്ക് ഇന്നറിയില്ല. അല്ലെങ്കിൽ അതൊക്കെ അറിയണമെങ്കിൽ അല്പം മനുഷ്യപ്പറ്റി വേണം. ഓ, വല്ലവരുടെ സാധനങ്ങളായിരുന്നു വാങ്ങിക്കുന്നതായിരിക്കും. എന്ത് മീന? നെയ്മീനാണ്. എന്താ വില? 65 രൂപ. അയ്യോ, 65 രൂപയോ? എന്റെ ദൈവമേ, കല്യാണം ഇവിടെ വേണ്ട. അല്ല മുത്തശ്ശി, അര കിലോയും വേണ്ട, 1/4 കിലോയും വേണ്ട. മാസം അവസാനം 65 രൂപയുടെ നെമ്മീൻ കൂട്ടാനുള്ള നിവൃത്തിയൊന്നും ഇല്ല. എന്റെ കല്യാണി ചെന്നോണ്ടാട്ടെ. വേണ്ട, എനിക്കൊന്നും കേക്കണ്ട. നിങ്ങളല്ലേ പറഞ്ഞത് നിങ്ങൾക്ക് വേറെ ഒരുത്തിയായിട്ട് ഒരു ബന്ധമില്ലെന്ന്? ആരാണിവൾ? സത്യം പറ, ആരാ ഈ മൂഷേട്ടാ? ഇവള് പണ്ട് എന്റെ ഫ്രണ്ടായിരുന്നു. ഫ്രണ്ടാണോ ഇവളോ? എന്നിട്ടാണോ ഇങ്ങനെ ചേർന്ന് നിന്ന് കെട്ടിപ്പിടിച്ച് ഫോട്ടോ എടുത്തിരിക്കുന്നത്? ചേർന്ന് നിന്നിട്ടല്ലേ ഉള്ളൂ, കെട്ടിപ്പിടിച്ചു. നീ കള്ളം പറയൊന്നും വേണ്ട. കണ്ണിന് നേരെ കണ്ടത് കള്ളമാണോ? ആ പെണ്ണ് തന്ന പൂക്കളല്ലേ ഈ പെട്ടി നിറച്ച് ഉണയും കിടക്കുന്നത്? ഈ ഫോട്ടോ മറിക്കാൻ വേണ്ടിയില്ലേ നിങ്ങൾ ഇത്രയും നേരം കള്ളക്കളി കളിച്ചത്? നീജ, ദുഷ്ട, മഹാബലി. ദേ, എന്നെ തൊട്ടാ ഞാൻ കൈ കടിച്ചു മുറിക്കും, പറഞ്ഞേക്കാം. ദുഷ്ടൻ, കൊടുംചതിയൻ. ഇവിടെ പുനരിച്ച് നടക്കുമ്പോഴല്ലേ നിങ്ങൾ എന്റെ കഴുത്ത് താലി കെട്ടിയത്? അന്തസ്സില്ലാത്ത മനുഷ്യൻ. ആണാണെന്ന് വെച്ച് ഒരു പെണ്ണിനെ താലി കെട്ടി ചതിക്കുന്നതിലും വേണം ഒരു അന്തസ്. ഞാൻ ഇത്രയും നാളും കെട്ടിപ്പിടിച്ചത് വേറൊരു പെണ്ണിന്റെ വിയർപ്പ് നാറുന്ന ഈ മനുഷ്യനെ ആയിരുന്നല്ലോ എന്റെ ദൈവമേ. നീ വരും പട്ടി. ചിലരുണ്ട് കല്യാണം കഴിഞ്ഞ പിന്നെ ഫ്രണ്ട്സിനൊന്നും തിരിഞ്ഞു നോക്കില്ല. എപ്പോ നോക്കിയാലും ഭാര്യയുടെ കൂടെ ഇരിക്കും. സാബോട്ടിന് അങ്ങനെയൊക്കെ ആവോ? അത് നീ പേടിക്കണ്ട, ഞാൻ അങ്ങനെ ആവില്ല. പോരെ? എന്തു പോരെ? അങ്ങനെ ആയേ പറ്റൂ. എനിക്ക് ആരുമില്ല, എപ്പോഴും എന്റെ കൂടെ ഉണ്ടാവണം. ഇല്ലെങ്കിൽ ഞാൻ ചത്തോളി. അയ്യോ, ഇനി മേല വാസുട്ടെന്നോ ഫ്രണ്ട്സ് എന്നോ പറഞ്ഞ് നടന്ന നോക്കിക്കോ. പ്രേമിക്കുമ്പോഴേ 24 മണിക്കൂറും വാസുട്ടെന്നോ. അപ്പോഴേ ഞാൻ തീരുമാനിച്ച കല്യാണം കഴിയുമ്പോൾ നിർത്തിക്കുന്നു. അവനല്ലേ നമ്മുടെ ഈ കല്യാണം വരെ നടത്തി തന്നെ. അതുകൊണ്ട് കെട്ടി തന്നെയല്ലേ? വാസുട്ടല്ലോ. അപ്പൊ എന്റെ കൂടെ നടന്നാ മതി. എനിക്ക് വേറെ ആരും ഇല്ല. ചുമ്മാതല്ലടി ചങ്ങായിമാര് കല്യാണത്തിന് എന്റെ സാരി മറ്റുള്ളവർക്ക് കൊടുക്കാൻ കൊടുക്കുന്നതും മറ്റുള്ളവരുടെ ഒന്നും വാങ്ങിച്ചു കൊടുക്കുന്നതും എനിക്കിഷ്ടമല്ല. സാരി നല്ല ഒരു സാധനം. ഞങ്ങൾ ഈ വീട്ടിൽ ആരോഗ്യശാസ്ത്രം നോക്കിയൊന്നുമല്ല ജീവിക്കുന്നത്. ഉള്ള വസ്ത്രങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മാറി ഉടുക്കാറുണ്ട്. ആരും ഒന്നും അങ്ങനെ സ്വന്തമാക്കി വച്ചിട്ടില്ല. എന്നാലേ ഞങ്ങൾ ഞങ്ങളുടെ വീട്ടിൽ അങ്ങനെ ശീലിച്ചിട്ടില്ല. ഒരാൾ ഉപയോഗിക്കുന്ന സാരി, ചീപ്പ്, സോപ്പ്, ടവല് ഇതൊന്നും മറ്റൊരാൾ ഉപയോഗിക്കുന്നത് ശരിയല്ല. അതുകൊണ്ടാ കൊടുക്കാതിരുന്നേ. ഈ വീടിന്റെ അവസ്ഥ മനസ്സിലാക്കി പെരുമാറേണ്ട നീ ഇങ്ങനെയൊക്കെ കാണിച്ചാലോ? ഇന്നെന്റെ കാര്യം ചോദിച്ചുള്ളൂ. നാളെ എന്റെ മാലയും വളയൊക്കെ ചോദിക്കാൻ തുടങ്ങും. ഈ വക എക്സ്ചേഞ്ച് ഒന്നും എനിക്കിഷ്ടമല്ല. ഈ എക്സ്ചേഞ്ചിന്റെ പിന്നിലുള്ള സ്നേഹത്തിന്റെയും സ്വാതന്ത്ര്യത്തിന്റെയും വില തനിക്ക് ഇന്നറിയില്ല. അല്ലെങ്കിൽ അതൊക്കെ അറിയണമെങ്കിൽ അല്പം മനുഷ്യപ്പറ്റി വേണം. ഓ, വല്ലവരുടെ സാധനങ്ങളായിരുന്നു വാങ്ങിക്കുന്നതായിരിക്കും. ലുക്ക് മിസ്റ്റർ ജോസഫ് മുടച്ചേരി, IPS ചേരക്കുമ്പോ പഠിച്ചു കാണും താനും. സെക്ഷൻ 354 IPC and 509 IPC for punishing those attempting to outrage the modesty of a woman. പക്ഷേ തന്നെ പോലെ ഓപ്പോസിറ്റ് സെക്സിനെ കാണുമ്പോ കാമം കരഞ്ഞു തീർക്കുന്ന കോവർ കഴുതകളെ നിലയ്ക്ക് നിർത്താൻ ഒരു 354ന്റെയും സഹായം വേണ്ട മായക്ക്. ലാടം വെച്ച നല്ല ഷൂ കിടപ്പുണ്ട് കാലയില്. ഒരു മോന്തയടച്ച് ഒരൊറ്റ പൊത്തുപൊത്തി തരും മായ മേരി കുര്യൻ. വിവേ ബ്ലഡി ക്രീപ്പ്. മടപ്പുള്ളിയിലെ ഉപ്പും ചോറും തന്ന ബായുണ്ട്. മൂത്ത് കാറി തുപ്പണ്ടാന്ന് വെച്ചിട്ടാ ഈ പൊരയിൽ പൊറക്കാൻ വന്നതല്ല. എന്റെ അബ്ദുൽ നിങ്ങളുടെ ആമിന ഞാൻ വേണ്ടെന്ന് പറയാൻ വന്നതോ. ഇനിയും പടച്ചോ നിശ്ചയിച്ചാലും മൊയ് ചൊല്ലിയാലും ഓനോളം വേണ്ടെന്നും പറഞ്ഞേച്ച അത് ഓന് വേണ്ടിട്ട് ചാവാൻ നിൽക്കണോളോടുകൂടി കൊന്നു പറയണം. തല്ലിയാലും കൊന്നാലും ആമിനെ കണ്ടിട്ട് സുബൈദ ഇവിടുന്ന് പോവുള്ളൂ.